നമസ്കാരം. വളരെ തന്ത്രശാലിയായ വളരെ കൗശലക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. ലീഡർ കെ കരുണാകരനാണ് രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അതെ, അദ്ദേഹം രാഷ്ട്രീയത്തിലെ ചാണക്യൻ തന്നെയായിരുന്നു. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയല്ല. പിണറായിക്ക് രാഷ്ട്രീയം എന്നത് ഒരു മറ മാത്രമാണ്. താനും തൻ്റെ കുടുംബവും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കൊള്ളരുതായ്മകൾക്കും ഒരു മറ മാത്രമാണ് പിണറായി വിജയന് രാഷ്ട്രീയവും കമ്മ്യൂണിസവും. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയാണ് പിണറായി ഓരോ കരുക്കളും നീക്കിയത്. ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. എക്സാലോജിക്, പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ബംഗളൂരു ആസ്ഥാനമായുള്ള വിവാദ IT കമ്പനി. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ വീണയുടെ മേൽവിലാസമായി നൽകിയിരിക്കുന്നത് പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിൻ്റെതാണ്. അതായത് ടി വീണ, ഡോട്ടർ ഓഫ് പിണറായി വിജയൻ, AKG സെന്റർ, തിരുവനന്തപുരം എന്നാണ്. എന്തിനായിരുന്നു അത്? AKG സെന്റർ പാർട്ടി ആസ്ഥാനമാണ്. അതല്ലാതെ പിണറായി വിജയന്റെ സ്വകാര്യ സ്വത്തല്ല. പാർട്ടി ആസ്ഥാനത്തെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ മകളുടെ സ്വകാര്യാവശ്യത്തിനായി തീരെഴുതിയത് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഒരു പാർട്ടി സഖാക്കൾക്കും ഉണ്ടായില്ല എന്നത് അവിടെ നിൽക്കട്ടെ. പിണറായി വിജയന്റെ മുന്നിൽ നേരെ നിൽക്കാനുള്ള ധൈര്യം പോലും കേഡർ പാർട്ടിയിലെ ഒരാൾക്ക് പോലും ഇല്ലല്ലോ. പിണറായി വിജയന് സ്വന്തമായി വീടുണ്ട്. പാർട്ടിയുടെ ഫ്ളാറ്റിലാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ താമസിച്ചിരുന്നത്. പിണറായി വിജയന്റെയും മകൾ വീണ മുഹമ്മദ് റിയാസിന്റെയും മേൽവിലാസം തെളിയിക്കുന്ന രേഖകളിൽ ഒന്നും തന്നെ AKG സെന്റർ എന്ന മേൽവിലാസമില്ല. പിന്നെന്തിനാണ് മകൾ തുടങ്ങുന്ന കമ്പനിയിൽ ആ കമ്പനിയുടെ MD ആയ മകളുടെ മേൽവിലാസം തെളിയിക്കാനായി AKG സെന്ററിന്റെ മേൽവിലാസം നൽകിയത് എന്ന് ചോദിച്ചാൽ ഒരു മുൻകരുതലായിരുന്നു അത്. അതായത് മകൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയെക്കുറിച്ചും ആ കമ്പനിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും പിണറായി വിജയന് നല്ല ധാരണയുണ്ടായിരുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടായാൽ അതിന് നേരിടാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു ഇത്. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ കമ്പനിക്കെതിരെ അന്വേഷണം നടന്നാൽ അന്വേഷണ ഏജൻസികൾ ഒരിക്കലും വീണയിലേക്ക് എത്തരുത്. CMRLിലും KSIDCയിലും SFIO റെയ്ഡ് നടത്തി. അടുത്ത റെയ്ഡ് നടക്കേണ്ടത് കമ്പനിയുടെ ഉടമസ്ഥയായിരുന്ന വീണ മുഹമ്മദ് റിയാസിന്റെ വിലാസത്തിലാണ്. മകൾ മന്ത്രിപത്നിയായതുകൊണ്ട് സ്വാഭാവികമായും അന്വേഷണം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും വീണയുടെ ഭർത്താവും പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിന്റെ ഔദ്യോഗിക വസതിയിലേക്കെത്തും. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വീണ നൽകിയിരിക്കുന്ന മേൽവിലാസത്തിലുള്ള AKG സെന്ററിലേക്കും അന്വേഷണമെത്തും. ഇക്കാര്യം തന്ത്രശാലിയായ പിണറായി വിജയനും അതിനേക്കാൾ തന്ത്രശാലിയായ മകൾ വീണ മുഹമ്മദ് റിയാസും മുൻകൂട്ടി കണ്ടു. ഇനി AKG സെന്റർ റെയ്ഡ് ചെയ്യുക എന്നത് അത്ര എളുപ്പമാണോ? രാജ്യത്തും ലോകത്തും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയാണെങ്കിലും ഭരണപക്ഷ പാർട്ടിയുടെ ആസ്ഥാനമാണ് AKG സെന്റർ. ആ AKG സെന്ററിൽ റെയ്ഡിന് വരുന്നത് ഏത് അന്വേഷണ ഏജൻസി ആയാലും സ്വാഭാവികമായും അണികളുടെ എതിർപ്പുണ്ടാകും. CPMകാരും DYFIക്കാരും SFIക്കാരും CITUകാരുമൊക്കെ രംഗത്തിറങ്ങും. റെയ്ഡിനെത്തുന്നവരെ തടയും. ഒരുപക്ഷെ എതിർപ്പ് രൂക്ഷമാകുന്നതോടെ റെയ്ഡ് വേണ്ടെന്ന് വെച്ച് റെയ്ഡിനെത്തിയവർ മടങ്ങിപ്പോയെന്നും വരാം. ഇതുതന്നെയാണ് പിണറായി ലക്ഷ്യമിട്ടതും. എക്സാലോജിക് ഒരു ഷെൽ കമ്പനിയാണെന്ന് തെളിഞ്ഞു. എക്സാലോജിക് പൂട്ടിയതിനു ശേഷം കാനഡയിൽ വീണ വിജയൻ തുടങ്ങിയ Sky 11 ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയെക്കുറിച്ചും അതിനു പിന്നിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. SFIOയുടെ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ആ ഹർജി തള്ളി. എന്തായാലും AKG സെന്ററിൽ റെയ്ഡ് നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല SFIOയ്ക്ക് എന്ന കാര്യം ഉറപ്പാണ്.